അമ്മ അച്ഛനെ കാണാൻ തോന്നുന്നു. ഒന്ന് പോയിട്ട് വന്നാലോ? രാവിലെ എഴുന്നേറ്റപ്പോ തൊട്ട് അച്ഛനെ അമ്മയും കാണാൻ ഭയങ്കര മോഹം. ഏട്ടനാണെങ്കിൽ ജോലിക്ക് പോയി. അപ്പുക്കുട്ടനെ നേരെ ചേച്ചിയുടെ അടുത്ത് ട്യൂഷന് വിട്ടു. ഞാൻ പഠിപ്പിക്കുന്നതിനൊക്കെ നന്നായിട്ട് ചേച്ചി അവനെ പഠിപ്പിക്കും കേട്ടോ. അങ്ങനെ അവനെ ട്യൂഷനാക്കിയിട്ട് ഏട്ടന് പെട്രോൾ അടിക്കുന്ന സ്വഭാവം ഇല്ലല്ലോ, അതുകൊണ്ട് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് നേരെ ഞാൻ ഇടയ്ക്കാട്ടിലോട്ട് വിട്ടു. പോകുന്ന വഴി കുണ്ടറ പോസ്റ്റായി, കാരണം ഗേറ്റ് അടവ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ദൂരം ഒറ്റയ്ക്ക് കാർ ഓടിച്ച് അച്ഛനെ അമ്മയും കാണാൻ വേണ്ടി പോകുന്നത്. പോകുന്ന വഴിക്ക് അച്ഛന് കണ്ടു കടച്ചാതി മൊത്തം ഞാൻ വാങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ, കാരണം ഇങ്ങനെ ഇരുന്ന് കുറയ്ക്കുന്ന സ്വഭാവം അച്ഛനുണ്ട്. അങ്ങനെ ഒരു കവർ നിറയെ കുത്തി നിറച്ച സാധനങ്ങളുമായിട്ട് നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് പിന്നെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛൻ അന്തം വിട്ട് കുന്താളിച്ച് നിൽക്കുന്ന നിപ്പാണ് ഈ കാണുന്നത് കേട്ടോ. ഒറ്റയ്ക്ക് വന്നൊന്നും അച്ഛൻ വിശ്വസിക്കത്തില്ല. മറ്റേ ആഴ്ച ചാടിത്തുള്ളി ചെല്ലുന്നതിന് വഴക്ക് പറയുന്ന അച്ഛനായിരുന്നു കേട്ടോ. സീച്ചേട്ടനാണോ കൊണ്ടുവന്നെന്ന് അറിയാൻ വേണ്ടി എത്ത് വലിഞ്ഞു നോക്കി. എന്നെ നല്ല വിശ്വാസമാണ് അച്ഛന്. അങ്ങനെ അച്ഛന് സാധനങ്ങളൊക്കെ കൊടുത്ത് നേരെ അടുക്കളയിൽ വന്ന് എല്ലാം തുറന്നു നോക്കിയപ്പോൾ പറയാതെ വന്നുകൊണ്ട് തന്നെ ഇവിടെ വേറെ കറികളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ അകത്തോട്ട് ചെയ്തപ്പോഴത്തേന് അമ്മ വന്ന് കെട്ടിയൊക്കെ പിടിച്ച് ഞങ്ങൾ സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തി. അത് കഴിഞ്ഞപ്പോഴത്തേന് അച്ഛൻ്റെ വക ഉപദേശങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ. മോണക്കിട്ടൊരു കുത്തു കൊടുക്കാനൊക്കെ തോന്നി. ഞാൻ ഈ ചവച്ചോണ്ടിരിക്കുന്നത് പംകിൻ സീഡ് വറുത്തതാണ് കേട്ടോ. ഇതാണ് വെറുതെ ഇരിക്കുമ്പോൾ അച്ഛൻ തിന്നുന്നത്. അങ്ങനെ അച്ഛൻ്റെ കൂടെ ഞാനും തിന്നോണ്ടിരുന്നു. അപ്പോഴത്തേന് അമ്മ ചെന്ന് അച്ചാറുകളൊക്കെ പൊട്ടി കുപ്പിയെല്ലാം പൊട്ടിച്ച് കാണിച്ചു കേട്ടോ. എൻ്റെ ദൈവമേ, മുളകച്ചാറൊക്കെ നമ്മുടെ വീട്ടിൽ പിടിച്ച മുളകാണ്. അങ്ങനെ മുളക് കൃഷി കാണാൻ വേണ്ടി ഞാൻ ബാക്കിലോട്ട് ചെയ്തപ്പോൾ അച്ഛനോട് മുളകിൻ്റെ കൃഷി തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഈ മുളക് പിച്ചിട്ടാണ് കേട്ടോ അച്ഛൻ അച്ചാർ ഇടുന്നത്. എൻ്റെ പൊന്നുമക്കളെ, ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. കഴിച്ചവർക്ക് എല്ലാവർക്കും പിന്നെ വേണമെന്ന് പറഞ്ഞ് അടിപിടിയായിരുന്നു കേട്ടോ. അങ്ങനെ ആ മുളകുകളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് അച്ഛൻ പഴുത്ത മുളക് പിച്ച് നിന്റെ വീട്ടിൽ കൊണ്ട് നടാൻ പറഞ്ഞപ്പോൾ എനിക്ക് സമയമില്ലെന്ന് പറഞ്ഞപ്പോൾ നേരെ എൻ്റെ കയ്യിൽ നിന്ന് തിരിച്ച് വാങ്ങിച്ച്. അച്ഛൻ ഇപ്പോൾ പഴയ പോലെ ഒരു ഗുമ്മില്ലെന്നേ. മറ്റേ ഞാൻ ഒന്ന് പറഞ്ഞ 4 തിരിച്ച് പറയുന്ന അച്ഛൻ ഇപ്പോൾ അങ്ങ് നന്നായിട്ട് ഒതുങ്ങിപ്പോയി. വയസ്സായതിൻ്റെ സൈഡ് എഫക്റ്റ് ആണെന്നാണ് കേട്ടോ അച്ഛൻ പറഞ്ഞത്. അങ്ങനെ അച്ഛനും അമ്മയ്ക്കും ടാറ്റ കൊടുത്ത് പൊക്കോണ്ടിരുന്നപ്പോൾ അവിടെ ഒരു അമ്പലത്തിൽ തിരക്കില്ലായിരുന്നു കേട്ടോ. അവിടെ ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. വണ്ടി സൈഡിലോട്ട് നിർത്തി നൈസായിട്ട് പോയിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. എനിക്ക് ഈ അമ്പലത്തിലെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവിടുത്തെ സാമ്പാറിനൊക്കെ എന്തോ ഒരു പ്രത്യേക രുചിയാണ്. അവിടുന്ന് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്ന് പണികളെല്ലാം തീർത്ത് രാത്രി ആയപ്പോഴത്തേനും ക്രിസ്മസ് കരോളും കാര്യങ്ങളും ഒക്കെ വന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെ എപ്പോഴും ഒരാൾക്കാരല്ല ഒത്തിരി ആൾക്കാർ വരാറുണ്ട്. അങ്ങനെ അത് കണ്ടപ്പോഴത്തേനും അപ്പുക്കുട്ടൻ ഓടി അകത്തോട്ട് പോയി. പിന്നെ അവനെ പിടിച്ച് ഞാൻ പുറത്തോട്ട് കൊണ്ടുവന്നപ്പോഴത്തേനും അവന് ഭയങ്കര നാണമായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഈ കരോളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോയി കിടന്നുറങ്ങി. സത്യം പറഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് നിപ്പിൽ ഇറങ്ങിപ്പോയ ഫേഷാണ് കേട്ടോ. പെട്ടെന്ന് കാണാൻ തോന്നി, പെട്ടെന്ന് പോയി. അതൊരു പ്രത്യേക സുഖമായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.